മാരീശൻ നമ്മുടെ ഫഹദ് ഫാസിൽ അതേപോലെ വടിവേലു സ്റ്റാറർ മാരീശൻ OTT വന്നിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഈ സിനിമയുടെ കുറച്ച് പോർഷൻസ് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ഫീൽ ഗുഡ് പടം ആയിരിക്കും. കാരണം മെയ്യഴകൻ ലെവലൊന്നും വന്നില്ലെങ്കിലും ഒരു ഫീൽ ഗുഡ് പടം ആയിരിക്കും എന്നാ വിചാരിച്ച്. ബട്ട് ദിസ് ഇസ് ആക്ച്വലി എ ത്രില്ലർ. ഇതിൽ നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ വേട്ടയാൻ സിനിമയിലെ ഫഹദിന്റെ ക്യാരക്ടർ പോലെ തന്നെയാണ്, കള്ളൻ പ്ലസ് നല്ലവൻ. നമ്മുടെ വടിവേലു ആണെങ്കിൽ അൽഷിമേഴ്സ് രോഗിയാണ്, ലക്ഷപ്രഭുവാണ്. സോ ഒരു കള്ളന്റെ കയ്യിൽ ഒരു അൽഷിമേഴ്സ് രോഗി പ്ലസ് ലക്ഷപ്രഭുവിനെ കിട്ടിയ എന്താ ഉണ്ടാവാന്ന് അറിയാലോ. ദാറ്റ് ടു കിടിലം പെർഫോമേഴ്സ് ആണ് ഇവര്. അപ്പൊ എക്സ്പെക്ടേഷൻസ് വേർ സ്കൈ ഹൈ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമ ഞാൻ ബേസിക്കലി തിയേറ്ററിൽ പോയി കാണാനിരുന്നതാണ്. ഇതും അതേപോലെ തന്നെ മറ്റേ തലൈവൻ തലൈവിയൊക്കെ ഞാൻ കാണാറുണ്ട്. കുറെ പേര് വന്നിട്ട് നീ OTT ഇറങ്ങണത് മാത്രമേ കാണുള്ളൂ, തിയേറ്ററിൽ പോയില്ല, വീട്ടിൽ പെറ്റി കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കൊക്കെ ഒരു എക്സാം പറയുന്ന സാധനത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അടുപ്പിച്ച് എല്ലാ നോട്ടിഫിക്കേഷൻ വരും. ഓൾമോസ്റ്റ് 6 months ഒക്കെ എക്സാം ഉണ്ടാവും. പ്രിലിമിനറി ഉണ്ടാവും, മെയിൻസ് ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവും, ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പൊ ആ സമയത്താണ് എനിക്ക് പല സിനിമയും പോയി കാണാൻ പറ്റാത്തത്. സോ സിനിമ എൻ്റെ ഒരു ലൈഫിന്റെ ഇമ്പോർട്ടന്റ് പാർട്ട് തന്നെയാണ്. ആരും ഇല്ലാത്ത സമയത്ത് സിനിമ തന്നെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ സിനിമ മാത്രമല്ല ജീവിതം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വി നീഡ് സംബഡി ടു ലീവ്. അപ്പൊ അതിന് വേണ്ട വഴി കാണണം. അതുകൊണ്ടാണ് പല സമയത്ത് പോകാൻ പറ്റാത്തത്. എന്നിട്ട് ഞാൻ എക്സാം കഴിഞ്ഞിട്ട് ഈ പടത്തിന് പോയിണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ തിയേറ്ററിൽ നിന്ന് അത് തൂക്കി, ഈ മാരീസിനും തൂക്കി, തലവൻ തൂക്കി, സുമതി വളവാണ് ഇട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് പോയി കണ്ടത്. സോ കമ്മിങ് ബാക്ക് ടു മാരീസൻ. സോ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പറയുമ്പോൾ ഞാൻ നല്ലൊരു ഫീൽ ഗുഡ് എലമെന്റ്സ്, അത്യാവശ്യം ഫീൽ ഗുഡ് മൊമെന്റ്സ് ഒക്കെ ഉള്ള നല്ലൊരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആൻഡ് ടുവേർഡ്സ് ഇന്റർവെൽ എത്തുന്ന